ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിംനോസ്പേംസിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജിംനോസ്പേം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇവർക്ക് എന്തില്ല, ഫ്ലവേഴ്സ് ഇല്ല. നമുക്ക് ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്, അതിന് നമ്മൾ ആൻജിയോസ്പേംസ് എന്നാണ് പറയും. ജിംനോസ്പേമിന് എന്താണ്, സീഡ് ബിയറിംഗ് ആണ്, പക്ഷേ എന്തില്ല, ഫ്ലവറുകൾ ഇല്ല. ഇത് സിമ്പിളാണ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സീഡ് ബിയറിംഗ് പ്ലാന്റ് ആണ് എന്ത്, ജിംനോസ്പേം എന്ന് പറയുന്നത്. ജിംനോസ്പേം എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൽ ജിംനോസ് എന്ന് പറഞ്ഞാൽ നെയ്ക്കഡ് എന്നാണ് അർത്ഥം, സ്പേമ എന്ന് പറഞ്ഞാൽ സീഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്, നെയ്ക്കഡ് സീഡഡ് എന്നാണ് അർത്ഥം. അതെന്താണ്, ഇവരുടെ ഓവ്യൂൾസ് എന്താണ്, നെയ്ക്കഡ് ആണ്. ഈ നെയ്ക്കഡ് ആയിട്ടുള്ള ഓവ്യൂൾസ് ഉണ്ടാവുന്നത് മെഗാസ്പോറോഫിൽസിലാണ്. അതുപോലെ തന്നെ ഇവരുടെ സീഡ് എന്താണ്, നെയ്ക്കഡാന്ന് പറയാനുള്ള കാരണം ഇതെന്താണ്, ഓവറിയുടെ ഉള്ളിലല്ല. ഓവറി ഈസ് നോട്ട് എൻക്ലോസ്ഡ് ഇൻ ഓവറി. ഓവറിൻ്റെ ഉള്ളിലല്ല എന്താ, സീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ആൻജിയോസ്പേമിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ഫ്രൂട്ടുകളൊക്കെ, അതൊക്കെ എങ്ങനെയാണ്, ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, സീഡ് ഉണ്ടാവുക. അപ്പോൾ പയറായാലും ആപ്പിൾ ആയാലും ഓറഞ്ച് ആയാലും ഏത് ഫ്രൂട്ട് എടുത്താലും ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടാവുക, സീഡ് ഉണ്ടാവുക. എന്നാൽ ഈ ജിംനോസ്പേമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തില്ല, ഫ്രൂട്ട് അല്ലെങ്കിൽ ഓവറി ഇല്ല. ഓവറിയാണ് എന്തായി മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇവർക്ക് എന്താണ്, ഓവറി ഇല്ല. ഇവരുടെ സീഡ്സ് എന്താണ്, കവേർഡ് അല്ല, അൺകവേർഡ് ആയിട്ട് എന്താണ്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീഡുകളാണ് ഇവർക്കുള്ളത്. അത് മെഗാസ്പോറോഫിൽസിലാണ് ഇവരുടെ സീഡ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സിനെ ഫെനോറോഗാംസ് വിത്തൗട്ട് ഓവറി എന്നും പറയാറുണ്ട്. ഇനി ജിംനോസ്പേമിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പീരീഡിലാണ് വന്നത് ആ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു സീഡ് പ്ലാന്റ്സിൻ്റെ ആൻഷ്യൻ ഗ്രൂപ്പാണ് എന്ത്, ജിംനോസ്പേം എന്ന് പറയുന്നത്. ഇത് എമേർജ് ചെയ്തത് പാലിയോസോയിക് എറയിലാണ് ഇവർ വന്നിട്ടുള്ളത്. പാലിയോസോയിക് എറയിലാണ് ഇതിൻ്റെ ഒരു എന്താണ്, സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. എമേർജ് ചെയ്തത്, ഇവർ എർത്തിലേക്ക് എമേർജ് ചെയ്തത് പാലിയോസോയിക് എറയിലാണ്. പിന്നെ ഒരു 200 മില്യൺ ഇയേഴ്സ് എഗോ, അതായത് മീസോസോയിക് എറയിൽ, അതായത് ജുറാസിക് ആൻഡ് മീസോസോയിക് എറയിലുള്ള ജുറാസിക് ആൻഡ് ക്രെട്ടേഷ്യസ് പീരീഡിലാണ് ഈ ജിംനോസ്പേം ഡോമിനൻ്റ് ആയിട്ടുള്ള വെജിറ്റേഷനായിട്ട് മാറിയത്. അതായത് എർത്തിൽ ആ ഒരു ടൈമിൽ, അതായത് ജുറാസിക് ആൻഡ് ക്രെട്ടേഷ്യസ് പീരീഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ജിംനോസ്പേംസ് ആയിരുന്നു. ഓക്കെ, ഇപ്പം ഏകദേശം 70 ജനേറ ജിംനോസ്പേംസ് ആണ് ഉള്ളത്. അതിൽ 900 സ്പീഷീസ് എന്ന് പറയുന്നത് 900 സ്പീഷീസ് ജിംനോസ്പേംസ് ഇപ്പം പ്രസൻ്റായിട്ട് കാണുന്നുണ്ട്. മെയിനായിട്ട് ഇവർ കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസിലാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ചില മെമ്പേഴ്സിനെ നമുക്ക് ആർട്ടിക് സോൺസിലും കാണാറുണ്ട്. ഈ എക്സിസ്റ്റിംഗ് ഫോംസിന് പുറമേ ആയിട്ട് പ്രിമിറ്റീവ് ആയിട്ടുള്ള ബെൻഡിറ്റെയിൽസ് ഉണ്ട്, സൈക്ലോഫിലിക്കേൽസ് ഉണ്ട്, കോഡൈറ്റെയിൽസ് ഒക്കെ ഉണ്ട്. എന്നാൽ എന്താണ്, അതിലുള്ള മെമ്പേഴ്സൊക്കെ എന്താണ്, എക്സ്റ്റിങ്ക്റ്റ് ആണ്, വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള എന്താണ് ജിംനോസ്പേമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സൈക്കഡൈൽസും കോണിഫറൈൽസും നീറ്റെയിൽസും ജിങ്കോയെയിൽസും മാത്രമേ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കാറ്റഗറിയിൽ കാണുന്നുള്ളൂ. ഇതിൽ സൈക്കഡൈൽസും ജിങ്കോയെയിൽസും എന്താണ്, ലിവിങ് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം അവരൊരു ലോങ് ജിയോളജിക്കൽ ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ അവരൊരു ലിവിങ് ഫോസിലായിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ജിങ്കോയെയിൽസിൽ തന്നെ ജിങ്കോ ബൈലോബ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന ഒരു ലിവിങ് ഫോസിലാണ്. ഓക്കെ, ഇനി സൈക്കഡൈൽസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അതിൽ സൈക്കഡ്സ് ആണ് ഉള്ളത്. അതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് പാം ലീവ്സ് ആണ്. പാം ലീവ്സ് പോലെ
കാണപ്പെടുന്ന ലീവ്സാണ്. ഇപ്പം നമ്മൾ ഈന്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാം പോലത്തെ ലീഫാണ് ആർക്കുള്ളത്? സൈക്കഡ്സിനുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസ്സാണ് എന്ത്? കോണിഫറൈൽസ് എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള കോണിഫേഴ്സ് ഉണ്ട്. സെക്വിയ, പൈന്, അങ്ങനെ പല കോണിഫേഴ്സും കാണാറുണ്ട്. നീറ്റേൽസിൽ പ്രധാനമായിട്ടും നീറ്റും എഫെഡ്രയും ആണുള്ളത്. ഈ എഫെഡ്ര എന്ന് പറയുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജിംനോസ്പേമാണ്. അതിൽ നിന്ന് കിട്ടുന്ന എഫെഡ്രിൻ എന്ന് പറയുന്നത് ആസ്മ, അതുപോലെ റെസ്പിറേറ്ററി ഡിസീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ജിങ്കോയെൽസ് എന്ന് പറയുന്നത് ഉള്ള പ്ലാന്റ് ആണെന്ത്? ജിങ്കോ ട്രീ അല്ലെങ്കിൽ ജിങ്കോ ബൈലോബ. അതിനെ മെയ്ഡൻ ഹെയർ ട്രീ എന്ന് പറയാറുണ്ട്. ഇതെന്ന് പറയുന്നതാണ് ആ ഒരു ലാർജ് ഗ്രൂപ്പിൻ്റെ ഒരു സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് ആണ്. എന്ത്? ഓൺലി ലിവിങ് റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ത്? ജിങ്കോ ട്രീ എന്ന് പറയുന്നത്. ജിങ്കോ ബൈലോബ എന്ന് പറയുന്നത് എന്താ? ലിവിങ് ഫോസിലാണ്. ഓക്കെ, ഇനി കോണിഫറൈൽസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കോണിഫേഴ്സ് അല്ലെങ്കിൽ കോൺ ബിയറിംഗ് ആയിട്ടുള്ള എവർഗ്രീൻ ജിംനോസ്പേംസ് ആണ് കോണിഫറൈൽസ്. ഇതിലൊരു 500 സ്പീഷീസ് ഉണ്ട്. ഇതാണ് ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ജിംനോസ്പേമിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോണിഫറൈൽസ് ആണ്. മെജോറിറ്റി മെമ്പേഴ്സ് ഈ കോണിഫറൈൽസ് എന്ന് പറയുന്ന ആ ഒരു ഓർഡറിൽ വരുന്നതാണ്. ഇത് വാസ്റ്റ് ആയിട്ടുള്ള വുഡ്ലാൻഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഏഷ്യയിൽ, നോർത്ത് അമേരിക്കയിലൊക്കെ കാടുകളിൽ ഇത് കാണാറുണ്ട്. അതുപോലെ അപ്പർ ടിമ്പർ ലൈൻ സോൺ ഓഫ് മൗണ്ടൻ റേഞ്ചസ്, ഹിമാലയൻ്റെ അപ്പർ ടിമ്പർ ലൈൻ സോണിൽ ഈ കോണിഫറൈൽസ് ആണ് കൂടുതൽ കാണുന്നത്. ഈ കോണിഫറൈൽസിലാണ് നമ്മുടെ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലിവിങ് വാസ്കുലാർ പ്ലാന്റുകൾ ഈ ഒരു കോണിഫറൈൽസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്, ഓർഡറിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ സെക്യുവ എന്ന് പറയുന്നതാണ് എന്താ? ടോളസ്റ്റ് ട്രീ ഇൻ ദ വേൾഡ്. അത് കോണിഫർ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ സാമിയ എന്ന് പറയുന്നതാണ് എന്ത്? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലുക്കാണ് കൊടുത്തത്. ഇനി നമ്മൾ എന്താ? ജനറൽ ക്യാരക്ടറിലേക്ക് കിടക്കാം. ജനറൽ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള മോസ്റ്റ് ആയിട്ടുള്ള ജിംനോസ്പേം എന്ന് പറയുന്നത് എവർഗ്രീൻ ട്രീസ് അല്ലെങ്കിൽ ഷ്രബ്സ് ആണ്. ട്രീസോ അല്ലെങ്കിൽ ഷ്രബോ ആയിരിക്കും ജിംനോസ്പേമുകൾ. അതിനെന്താണ്? സീറോഫൈറ്റിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. സീറോഫൈറ്റിക് ആയിട്ടുള്ള വാട്ടർ സേവിങ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആയിരിക്കും ഈ ഒരു ജിംനോസ്പേം എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണിക്കുന്നത്. മെജോറിറ്റി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ. ഓക്കെ, ഇനി അടുത്ത പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്തൊരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാന്റ് ബോഡി എന്താണ്? സ്പോറോഫൈറ്റിക് ആണ്. അപ്പം മെജോറിറ്റി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് ഫേസിലായിരിക്കും ഉണ്ടാവുന്നത്. ഇതിൽ ഇവരുടെ ബോഡി എന്ന് പറഞ്ഞത് റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുണ്ട്. ഇതിന് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് കാണുന്നത്. ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത, ചില ജിംനോസ്പേമിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംബയോട്ടിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതായത് മ്യൂച്വൽ റിലേഷൻഷിപ്പ്, രണ്ടു പേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചില റൂട്ടുകൾ കാണിക്കാറുണ്ട്, ചില പ്ലാന്റിൻ്റെ റൂട്ടുകൾ കാണിക്കാറുണ്ട്. ആ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആൽഗെ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഫഞ്ചി ആയിട്ടായിരിക്കും. ആൽഗെ ആയിട്ട് കാണിക്കുന്നതാണ് എന്ത്? കോറലോയിഡ് റൂട്ട് ഓഫ് സൈക്കസ്. സൈക്കസിൻ്റെ കോറലോയിഡ് റൂട്ട് ആൽഗയായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൈനസിൻ്റെ മൈക്കോറൈസൽ റൂട്ട് എന്ന് പറയുന്നത് ഫഞ്ചി ആയിട്ട് എന്ത് കാണിക്കുന്നുണ്ട്? മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റൂട്ട് ആൻഡ് ഫംഗൽ അസോസിയേഷൻ ആണെന്ത്? മൈക്കോറൈസ. അത് പൈനസിൽ കാണുന്നുണ്ട്. പൈനസ് എന്ന് പറയുന്നത് ജിംനോസ്പേമിലെ ഒരു മെമ്പറാണ്. ഓക്കെ, ഇനി സ്റ്റെം എന്ന് പറയുന്നത് യൂഷ്വലി ഇറക്റ്റ് ആണ്, ചിലത് യൂഷ്വലി ഇറക്റ്റ് ആണ്, പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആണ്, ചിലതിൽ അൺബ്രാഞ്ചഡ് ആണ്. അതായത് സൈക്കസ്, ഈന്തിലൊക്കെ അൺബ്രാഞ്ചഡ് ആണ്. നമുക്ക് നോക്കി അറിയാം, ഒറ്റ തടിയായിട്ടാണ് കാണുന്നത്. ബ്രാഞ്ചസും കാര്യങ്ങളും ഇല്ലാതെ സൈക്കസ് കാണാറുണ്ട്. പിന്നെ എന്താണ്? വുഡി ആണ്. സാമിയൽ എന്താണ്? ഇത് ട്യൂബറസ് ആണ്. സ്റ്റെം എന്ന് പറയുന്നത് ട്യൂബറസ് ആണ്. ബാക്കിയുള്ളതിൽ എന്താണ്? സ്റ്റെം ഇറക്റ്റ് ആണ്, പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആണ്, അല്ലെങ്കിൽ അൺബ്രാഞ്ചഡ് ആണ് സൈക്കസിൽ. വുഡിയാണ്. മെജോറിറ്റിയിലും പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആണ്, സൈക്കസിൽ മാത്രമാണ് അൺബ്രാഞ്ചഡ് കാണുന്നത്. പിന്നെ വുഡിയാണ്. പിന്നെ സാമിയയിൽ മാത്രം എന്താണ്? ട്യൂബറസ് ആയിട്ടാണ് കാണുന്നത്.
പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലീഫ് സ്കാർ ഉണ്ടായിരിക്കും. സ്റ്റെമ്മിൽ ലീഫ് സ്കാറുകൾ കാണാറുണ്ട്. അതായത് ചിലപ്പോൾ എന്താണ് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഫ് ബേസുകൾ ഉണ്ടാവാം സ്റ്റെമ്മിൽ, അല്ലെങ്കിൽ ആ ലീഫ് കൊഴിഞ്ഞു പോയ ആ ഒരു സ്കാർ, ഒരു മാർക്ക് ഉണ്ടാവാം ഈ സ്റ്റെമ്മിൽ കാണാനായിട്ട് പറ്റും. ഇനി ലീവ്സ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീവ്സ് ഡയമോർഫിക് ആയിട്ടുള്ള ലീവ്സ് ആണ് യൂഷ്വലി കാണുന്നത്. ഇതിന് 2 ടൈപ്പ് ലീഫ് ഉണ്ട്, അതായത് ഫോളിയേജ് ലീഫും അതുപോലെ തന്നെ സ്കെയിൽ ലീവ്സും. ഫോളിയേജ് ലീഫ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ ആണ്, സിമ്പിൾ ആണ്, നീഡിൽ ഷേപ്പ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈനസിലൊക്കെ നീഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ലീവ്സ് ആണ് കാണാറ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. സ്കാർ ലീവ്സ് എന്ന് പറയുന്നത് മൈന്യൂട്ട് ആയിരിക്കും, ഡെസിഡിയസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്കാർ ലീവ്സ് അല്ല, സ്കെയിൽ ലീവ്സ്. സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത് എഫിഡ്രയിലാണ് കാണുന്നത്. പിന്നെ റൂട്ട് എന്ന് പറയുന്നത് ഡയാർക്ക് അല്ലെങ്കിൽ ടു പോളിയാർക്ക് ആണ്. ഡയാർക്ക് എന്ന് പറഞ്ഞാൽ 2 പാച്ചസ് ഓഫ് സൈലം, അതായത് 2 ഗ്രൂപ്പ് ഓഫ് സൈലം കാണാം. പോളിയാർക്ക് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലായിട്ടുള്ള 2 ഓർ മെനി ആണ് പോളിയാർക്ക് എന്ന് പറയുന്നത്. 2ൽ കൂടുതൽ സൈലം പാച്ചസ് കാണുന്നതിനാണ് പോളിയാർക്ക് എന്ന് പറയുന്നത്. റൂട്ട് എന്തായിരിക്കും, ഡയാർക്ക് അല്ലെങ്കിൽ പോളിയാർക്ക് ആയിരിക്കും. യങ് സ്റ്റെം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആൻഡ് കൊളാട്രൽ ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആണ് കാണുന്നത്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാമ്പിയം പ്രസന്റ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിലിനെയാണ് നമ്മൾ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇനി കൊളാട്രൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈലും ഫ്ലോയും ഒരേ റേഡിയസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളാട്രൽ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയാറ്. അതിൽ കാമ്പിയം ഉള്ളതിന് കൊളാട്രൽ വാസ്കുലാർ ബണ്ടിലിൽ കാമ്പിയം ഉള്ളതിന് നമ്മൾ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയാം. അപ്പം യങ് സ്റ്റെമ്മിൽ എന്താണ് കാണുന്നത്, ഓപ്പൺ ആൻഡ് കൊളാട്രൽ ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആണ് യങ് സ്റ്റെമ്മിൽ കാണുന്നത്. പിന്നെ സൈലത്തിൽ ട്രക്കീഡ്സും സൈലന്റ് പാരങ്കൈമ മാത്രമേ സൈലത്തിൽ കാണുന്നുള്ളൂ. വെസൽസ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. എന്നാൽ എക്സെപ്ഷണൽ ആയിട്ട് നീറ്റേൽസിൽ എന്തുണ്ട്, വെസൽസ് കാണാറുണ്ട്. ഓക്കെ, നോർമൽ കേസിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ജിംനോസ്പേംസിലൊക്കെ ട്രക്കീഡ്സും സൈലം പാരങ്കൈമയും മാത്രമേ ഉള്ളൂ, വെസൽസ് ആബ്സെൻ്റ് ആണ്. എന്നാൽ നീറ്റേൽസിൽ എന്തുണ്ട്, വെസൽസ് കാണാറുണ്ട്. ഇനി ഫ്ലോയത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോയത്തിൽ സേവ് ട്യൂബ്സും അതുപോലെ തന്നെ ഫ്ലോയം പാരങ്കൈമയും ആണ് ഉള്ളത്. കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെം എന്ന് പറയുന്നതിൽ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, കോൺസ്പിക്യസ് ആയിട്ടുള്ള ആനുവൽ റിങ്സ് ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ വുഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാനോസൈലിക് ആയിരിക്കും അല്ലെങ്കിൽ പിക്നോസൈലിക് ആയിരിക്കും. മാനോസൈലിക് വുഡാണ് സൈക്കസിലുള്ളത്, പിക്നോസൈലിക് വുഡാണ് പൈനസിലുള്ളത്. ഇനി ലീവ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീവ്സിന് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കൾ ഉണ്ട്, അതുപോലെ തന്നെ സങ്കണായിട്ടുള്ള സ്റ്റൊമാറ്റ ഉണ്ട്. ഓക്കെ, തിക്കായിട്ടുള്ള ക്യൂട്ടിക്കളും സങ്കണായിട്ടുള്ള സ്റ്റൊമാറ്റോ ഉണ്ട്. മീസോഫിൽ എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് ആണ്. ഇതിലൊക്കെ പൈനസിലും സിഡ്രസിലും അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മീസോഫിലാണ്. എന്നാൽ സൈക്കസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ലീഫിൻ്റെ മീസോഫിൽ എന്ന് പറയുന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സിൽ ലീവ്സിൽ ലാറ്ററൽ വെയിൻസ് ഇല്ല. അങ്ങനെ ഉള്ള കേസിൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂസിൻ്റെ ഹെൽപ്പ് വഴിയാണ്. ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂസ് വഴിയാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ജിംനോസ്പേംസിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ ഹെട്രോസ്പോറസ് ആണ്. അതായത് 2 തരത്തിലുള്ള സ്പോറുകൾ കാണിക്കുന്നുണ്ട്, ഒന്നിലധികം ടൈപ്പ് സ്പോർസ് കാണിക്കുന്നുണ്ട്. മെഗാസ്പൊറാഞ്ചിയും മൈക്രോസ്പൊറാഞ്ചിയും ഉണ്ട്. അവ മെഗാസ്പൊറാഞ്ചിയ മെഗാസ്പോറോഫില്ലും മൈക്രോസ്പൊറാഞ്ചിയ മൈക്രോസ്പൊറോഫില്ലും ആണ് ഉണ്ടാവുന്നത്. ഈ സ്പോറോഫിൽ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു അഗ്രിഗേറ്റ് ഫോമിലാണ് കാണാറ്. ഒന്നുകിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള കോണായിട്ടോ അല്ലെങ്കിൽ സ്ട്രോബൈലി ആയിട്ടോ ആണ് ഈ സ്പോറോഫിൽസ് കാണാറ്. കോൺ എന്ന് പറയുന്നത് യൂഷ്വലി മോണോസ്പൊറാഞ്ചിയേറ്റ് ആണ്.
മോണോസ്പൊറാഞ്ചിയേറ്റ് ആണ്, യൂണിസെക്ഷൽ ആണ്. മോണോസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ ആണ്. നോർമലി കോൺസ് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ആണ്, അതായത് ഫീമെയിൽ കോൺ മെയിൽ കോൺ അങ്ങനെ രണ്ട് ടൈപ്പ് കോണുകൾ കാണാം. എന്നാൽ എഫെഡ്രയിൽ എന്താണ്, ബൈസ്പൊറാഞ്ചിയേറ്റ് ആയിട്ടുള്ള കോൺസ് കാണാറുണ്ട്, അതായത് ബൈസെക്ഷൽ ആയിട്ടുള്ള കോണുകൾ എഫെഡ്രയിൽ കാണാറുണ്ട്. ഇനി മെയിൽ കോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ലിവിങ് ആണ്. മറിച്ച് ഫീമെയിൽ കോൺസ് എന്ന് പറയുന്നത് എന്താണ്, പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ലോങ് ടൈമിൽ കുറേ കാലത്തേക്ക് ഉണ്ടാവും എന്ത്, ഫീമെയിൽ കോൺ എന്ന് പറയുന്നത്. ഇനി ഒവ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ഒവ്യൂൾസ് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് നെയ്ക്കഡ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ജിംനോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, നെയ്ക്കഡ് ആണ്. അത് മെഗാസ്പോറോഫിൽസിലാണ് കാണുന്നത്. ഓവ്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഓർത്തോട്രോഫസ് ആയിരിക്കാം, അതുപോലെ തന്നെ എന്താണ്, യൂണിടെക്മിക് ആയിരിക്കാം. ഓർത്തോട്രോഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പല ടൈപ്പ് ഓവ്യൂളുകൾ പഠിക്കുന്നുണ്ട്, അതിലൊരു ടൈപ്പാണ് എന്താ, ഓർത്തോട്രോഫസ്. ഓർത്തോട്രോഫസിൽ മൈക്രോപൈൽ എന്ന് പറയുന്നത് അപ്പെക്സിലും ഫ്യൂണിക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുമാണ് കാണാറ്. ഫ്യൂണിക്കലും ചലാസിയും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് എന്ത്, ഓവ്യൂൾ ഉണ്ടായിരിക്കുക. അതുപോലെ ഡെവലപ്മെൻറ്റ് സമയത്ത് ഓവ്യൂളിൽ എന്താണ്, കർവിങ് ഒന്നും നടക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഓവ്യൂൾ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ ഓവ്യൂളിനെ പറയുന്ന പേരാണ് ഓർത്തോട്രോഫസ് ഓവ്യൂള്. യൂണിടെക്മിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻറ്റഗ്യുമെൻ്റ് ആണ് ഒവ്യൂൾസിനുള്ളതെന്ന് വെച്ചാൽ അതിനെ യൂണിടെക്മിക് എന്നാണ്. ബൈടെക്മിക് നീറ്റെയിൽസിൽ എന്താണ്, നീറ്റെയിൽസിൽ പല എക്സെപ്ഷൻസും കാണിക്കും. കാരണം നീറ്റെയിൽസ് എന്ന് പറയുന്നത് ആൻജിയോസ്പേമുമായിട്ട് സിമിലർ ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബൈടെക്മിക് ആണ് എന്തിൽ, നീറ്റെയിൽസിൽ വരുമ്പോൾ. ഓക്കെ, ഇനി ഓവുലാർ ഇൻറ്റഗ്യുമെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവുലാർ ഇൻറ്റഗ്യുമെൻറ്റിന് 3 ലെയേഴ്സ് ആണുള്ളത്. അതിൽ 2 ലെയേഴ്സ് എന്താണ്, 2 ലെയേഴ്സ് എന്ന് പറയുന്നത് ഫ്ലഷി ആയിരിക്കും. ഇന്നർ ആൻഡ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഫ്ലഷി ആയിരിക്കും. മിഡിൽ ലെയർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോണി ആയിട്ടുള്ള ലെയർ ആണുള്ളത്. പിന്നെ മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് ലിബറേറ്റ് ചെയ്യുന്നത് സൈക്കസിൽ 3 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്, പൈനസിൽ 4 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്, എഫെഡ്രയിൽ 5 സെൽഡ് സ്റ്റേജിലാണ്. മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നോൺ മോട്ടൈലാണ്. മെയിൽ ഗാമേറ്റ്സ് പൊതുവേ നോൺ മോട്ടൈലാണ്. എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ, ജിങ്കോയിലും സൈക്കസിലും എന്താണ്, ജിങ്കോയിലും സൈക്കസിലും മോട്ടൈലായിട്ടുള്ള മെയിൽ ഗാമേറ്റ്സ് ആണ് ഉള്ളത്. ഇനി ആർക്കിഗോണിയൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. സൈക്കസിൽ ആർക്കിഗോണിയ എന്ന് പറയുന്നത് ഒരുപാട് എണ്ണമുണ്ട്. പൈനസിൽ ആകെ ഒരൊറ്റ ആർക്കിഗോണിയേ ഉള്ളൂ. നീറ്റത്തിൽ ആർക്കിഗോണിയ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓവാണ്. ആർക്കിഗോണിയത്തിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള എഗ്ഗും ഒരു വെൻട്രൽ കനാൽ സെല്ലും ആണ് ഉള്ളത്. നെക്ക് കനാൽ സെൽസ് ഇല്ല. ഇനി എല്ലാ ജിംനോസ്പോംസും എന്താണ്, വിൻഡ് പോളിനേറ്റഡ് ആണ്. അതിൻ്റെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് സൈഫണോഗമിക് ആണ്. സൈഫണോഗമിക് എന്ന് പറഞ്ഞാലും മെയിൽ സെല്ലിനെ എഗ്ഗിലേക്ക് എത്തിക്കാനായിട്ട് എന്തുണ്ടായിരിക്കും, പോളൻ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതാണ്, അങ്ങനത്തെ ഫെർട്ടിലൈസേഷനാണ് നമ്മൾ സൈഫണോഗമിക് എന്ന് പറയുന്നത്. ഇതിലെ പോളൻ ട്യൂബ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹോസ്റ്റോറിയം ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പേം കാരിയർ ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. ഹോസ്റ്റോറിയം ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഏതിൽ, സൈക്കസിൽ. സ്പേം കാരിയർ ആയിട്ടാണ് പൈനസിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി സൈഗോട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നതാണ് എന്ത്, നെക്സ്റ്റ് സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് എന്താണ്, സൈഗോട്ടാണ്. ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെറിബ്ലാസ്റ്റിക് ആണ്. മെറിബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലീവേജ് ആണ് ആ ഒരു ഡിവിഷനിൽ നടക്കുന്നത്. ഇതിലെ എംബ്രിയോ എന്ന് പറയുന്നത് സൈഗോട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ എന്നാണ് എന്ത്, ഒരു സൈഗോട്ടിൻ്റെ ചെറിയൊരു പോർഷൻ എന്നാണ് എന്ത്, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ബേസൽ പാർട്ട് എന്നാണ് എന്ത്, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ മുന്നേ തന്നെ തുടങ്ങും. അതുകൊണ്ട് തന്നെ എൻഡോസ്പേം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ
പോളി എംബ്രയോണി കാണിക്കാറുണ്ട്. അതായത് ഒന്നിലധികം എംബ്രയോസ് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ ഒന്നിലധികം എംബ്രയോസ് ഡെവലപ്പ് ചെയ്യാം. പോളി എംബ്രയോണി എന്ന് പറയുന്നത് ഒന്നിലധികം എഗ്ഗിൻ്റെ ഫെർട്ടിലൈസേഷൻ കാരണമായിരിക്കും. അതായത് ഒന്നിലധികം എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ആവുന്നത് കാരണമായിരിക്കാം ഒന്നെങ്കിൽ പോളി എംബ്രയോണി ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഗോട്ട് എന്ത് ചെയ്യാണ്, പലതവണ ഡിവൈഡ് ചെയ്തിട്ടും എന്തുണ്ടാവാം, ഒരുപാട് ഡിവിഷൻ നടന്നിട്ടും എന്തുണ്ടാവാം, ഒരുപാട് എംബ്രയോകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് എഗ്ഗുകൾ ഫെർട്ടിലൈസ് ചെയ്തിട്ടും ഒരുപാട് എംബ്രയോസ് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടിയിട്ട് എന്താണ്, ഒരെണ്ണം മാത്രമേ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ. ഈ നേക്കഡ് ആയിട്ടുള്ള ഓവ്യൂൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. ഈ ഓവുലാർ ഇൻഡെഗുമെന്റ്സ് എന്താകും, സീഡ് കോട്ടായിട്ട് മാറും. ഇനി നമ്പർ ഓഫ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 or 2 ആണ് സൈക്കസിൽ. പൈനസിൽ ഒരുപാട് കോട്ടിലിഡൻസ് ഉണ്ടാവാറുണ്ട്. ഈ സീഡ് എന്ന് പറയുന്നത്, അതായത് ഈ ജിംനോസ്പേമിന്റെ സീഡ് എന്ന് പറയുന്നത് 3 ഫേസ്, ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിളിലെ 3 ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള സീഡാണ് ആർക്കുള്ളത്, ജിംനോസ്പേമിനുള്ളത്. അതിന്റെ ഇൻഡെഗ്യുമെന്റ്, ന്യൂസെല്ലസ് ഒക്കെ ഫസ്റ്റ് സ്പോറോഫൈറ്റിക് ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എൻഡോസ്പേം ഹാപ്ലോയിഡ് ആണ്, അത് ഗാമറ്റോഫൈറ്റിക് ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എംബ്രയോ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് സ്പോറോഫൈറ്റിക് ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്തെന്നാണ്, സൈഗോട്ട് എന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു അൾട്ടർനേഷൻ ബിറ്റ്വീൻ സ്പോറോഫൈറ്റിക് ആൻഡ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. സ്പോറോഫൈറ്റിക് ജനറേഷനും ഗാമറ്റോഫൈറ്റിക് ജനറേഷനും തമ്മിലൊരു അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ജിംനോസ്പേംസിൽ കാണിക്കാറുണ്ട്. ഇതിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ഫേസ് ആണ് ഡോമിനന്റ്. നമ്മൾ ആദ്യം പറഞ്ഞു സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. അപ്പോൾ ഇതിലെന്താണ്, ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് ഫേസ് സ്പോറോഫൈറ്റിക് ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ജിംനോസ്പേമിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് പറയാനുള്ളത്. ഇനി ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഓരോ നീറ്റത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, സൈക്കസിൻ്റെ എങ്ങനെയൊക്കെയാണ്, പൈനസിൻ്റെ എങ്ങനെയൊക്കെയാണ്, ഓരോ സിംഗിൾ പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ളതിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ എക്സെപ്ഷണൽ കേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ജനറൽ ക്യാരക്ടേഴ്സ്. ജനറൽ ക്യാരക്ടേഴ്സ് ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്, അത്ര കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഇടയ്ക്ക് ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജിംനോസ്പേമിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.